ഓപ്പൺ സ്കൂളിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എന്ന തസ്തികയിലേക്കുള്ള ലെസൺസ് നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് ഓൾറെഡി അറിയാം, കേരള PSC കേരള നാഷണൽ സേവിങ്സ് സർവീസ് എന്ന ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് ഈ തസ്തികയിലേക്ക് നടത്തുന്ന പരീക്ഷയുടെ ക്ലാസ്സസ് ആണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗമായിട്ട് നമുക്ക് യൂണിറ്റ് 1 മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു തസ്തികയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് സിലബസിലെ ഒരു ടോപ്പിക് എന്ന നിലയിൽ മാത്രമല്ല നമ്മൾ അതിനെ കണക്കാക്കേണ്ടത്. നേരെ മറിച്ച് ഈ ഒരു ജോബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഏറ്റവും അധികം സൂട്ടബിൾ ആകുന്ന ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഏറ്റവും അധികം അനുയോജ്യമായ ഒരു ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളുടെ ആ ഒരു ജോബ് പ്രാക്ടീസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു റോൾ എന്ന് പറയുന്നത് ആക്ച്വലി സിറ്റ്സ് അറ്റ് ദി ഇന്റർസെക്ഷൻ ഓഫ് കൺസ്യൂമർ വെൽഫെയർ, അത് നോക്കേണ്ടതായിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, എല്ലാവരും ആ ഒരു ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ആൻഡ് നമ്മൾ പ്രൊമോഷൻസ് നടത്തുമ്പോൾ ഓരോ പ്രോഡക്റ്റിനുള്ള പ്രൊമോഷൻസ് നടത്തുന്ന സമയത്ത് അത് എത്തിക്കലായിട്ട് എങ്ങനെ ആ പ്രോഡക്ട്സിന്റെ പ്രൊമോഷൻ നടത്തിയെടുക്കാം എന്നുള്ളത്, അതേപോലെ പലതരത്തിലുള്ള ചാനൽസ് നമ്മൾ ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും ഈ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രമിക്കും, അല്ലെ? അപ്പോൾ അതാണ് ചാനൽ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നടക്കുന്നതെല്ലാം ഈ മാർക്കറ്റിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നുള്ളത്. അപ്പൊ മാർക്കറ്റിങ്ങിനെ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന്റെ ഫണ്ടമെന്റൽസിനെ കുറിച്ച് വളരെ നല്ല ഒരു അറിവ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഈ ഒരു തസ്തികയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനിവാര്യമാണ്. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന യൂണിറ്റ് 1, അതായത് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗമായിട്ടാണ് ഇത് വരിക. അപ്പൊ ഇതിനകത്ത് നമുക്ക് 10 സബ് ടോപ്പിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യം മാർക്കറ്റിംഗിന്റെ മീനിങ്ങും അതിന്റെ ഡെഫിനിഷനും നോക്കുക എന്നുള്ളത്. എന്നിട്ട് ട്രഡീഷണൽ ആൻഡ് മോഡേൺ അപ്രോച്ചസ് ടു മാർക്കറ്റിംഗ് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, എന്താണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതേപോലെ മാർക്കറ്റിംഗ് മിക്സ് എന്താണ്, അതുകൊണ്ട് എന്തുദ്ദേശിക്കുന്നു, അതുകൊണ്ട് എന്താണ് ഗുണങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. അപ്പോൾ ഇത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇതിനകത്ത് വരിക. അപ്പോൾ ഒരു പക്ഷേ സേവിങ്സ് ഇൻസ്ട്രുമെന്റ്സ് ആകാം, ചിലപ്പോൾ അത് ബാങ്കുകളിലൂടെ വരുന്നതാകാം, പോസ്റ്റ് ഓഫീസ് മുഖാന്തരം വരുന്നതാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിലൂടെ വരുന്നതാകാം. അപ്പോ ഇതെല്ലാം നടക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രോഡക്ട്സ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പലപ്പോഴും ഒരു വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് മുമ്പോട്ട് പോവുക, അല്ലെ? അപ്പൊ അത് സിറ്റിസൺസ്, അതായത് പൊതുജനങ്ങൾ ഇതിനോട് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൽ റീറ്റെയിൻ ചെയ്ത് അവരുടെ പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പൊ അതിനകത്ത് ഗവൺമെന്റ്സിനായിരുന്നാലും രാജ്യത്തിനായിരുന്നാലും പൊതുജനങ്ങൾക്കായിരുന്നാലും ഇൻവെസ്റ്റേഴ്സിനായിരുന്നാലും ശരി അവിടെ ഗുണമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് നല്ല പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. അതേപോലെ പ്രോഡക്റ്റ് പ്രൈസിങ്. അപ്പൊ ഇവിടെ പ്രൈസിങ് എന്ന് പറയുമ്പോൾ ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്താലും അതിന് ഒരു പ്രൈസ് ഉണ്ട്, അല്ലെ? അപ്പൊ ഇവിടെയും ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെയും പ്രൈസിങ് നിർണ്ണയിക്കണം. അപ്പൊ ഇത് സേവിങ്സ് പ്രോഡക്ട്സ് ആകുമ്പോഴത്തേക്ക് പലപ്പോഴും അതിനകത്ത് ആ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസക്ക് എന്ത് റിട്ടേൺ ആൾക്കാർക്ക് ലഭിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്ത് ലാഭം അവിടെ ലഭിക്കുന്നു, അതെല്ലാം ഈ പ്രോഡക്റ്റ് പ്രൈസിങ്ങിന്റെ ഭാഗമായിട്ട് വരും. ഇനി പ്രോഡക്റ്റ് പ്രൊമോഷൻ, ഇത് ആൾക്കാരിലേക്ക് എത്തിക്കണമല്ലോ, അല്ലെ? ഇതിന്റെ ആ ഒരു എൻഡ് യൂസേഴ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പല മാർഗങ്ങളാണ് പ്രോഡക്റ്റ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇനി മാനേജിങ് ലോജിസ്റ്റിക്സ് ആൻഡ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏതൊക്കെ രീതിയിൽ, ബാങ്ക് മുഖാന്തരമാണോ, പോസ്റ്റ് ഓഫീസ് മുഖാന്തരമാണോ, എങ്ങനെയൊക്കെയാണ് ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുക, അതാണ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി മറ്റൊന്ന് അതിന്റെ ലോജിസ്റ്റിക്സ് മാനേജ് ചെയ്യുക. ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഉൾപ്പെടുന്ന ഒരുപാടധികം സംഗതികൾ അത് മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ആ ഒരു ലോജിസ്റ്റിക്സ്. യൂഷ്വലി ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ, അങ്ങനെയുള്ള ആ ഒരു ചെറിയ ചെറിയ രീതിയിലുള്ള കോൺസെപ്റ്റ്സ് ആണ് അതിൽ നമുക്ക് ഇവിടെ നോക്കാനായിട്ട്. വളരെ ആഴത്തിൽ നമ്മൾ ഇറങ്ങി പോകേണ്ട കാര്യമില്ല, അതിന്റെ ആ ഒരു ബേസിക്സ് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ കംസ് മാർക്കറ്റിംഗ് ഓഫ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ്.
അപ്പോൾ പൊതുവേ നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് പ്രൊമോഷൻ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് സ്പെസിഫിക്കലി ഫൈനാൻഷ്യൽ പ്രോഡക്ട്സ് അതിനകത്ത് വരില്ല. അപ്പൊ ഈ ഫൈനാൻഷ്യൽ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ മാർക്കറ്റിങ്ങിന് മറ്റൊരു രീതിയാണ് അവിടെ വരിക. അപ്പൊ അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ഒരു ടോപ്പിക് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് പിന്നെ റീസെന്റ് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മൊത്തം 10 സബ് ടോപ്പിക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഓരോ സബ് ടോപ്പിക്സും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലെസൺസിനോടൊപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിന്റെ നോട്ട്സ് ഉണ്ടാകും. ഈ ഓരോ ടോപ്പിക് വൈസ് പ്രാക്ടീസിനുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ തരും. ആൻഡ് ഓരോ ടോപ്പിക്കിനും ഉള്ള റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സസും അവിടെ ഉണ്ടാകും. അപ്പൊ പലപ്പോഴും നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കില്ല ഈ ഒരു തസ്തികയിലേക്ക് മത്സരിക്കുന്നത്. കാരണം ഏതൊരു ഗ്രാജുവേറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് ഇത്, അല്ലെ? അപ്പൊ മാർക്കറ്റിംഗിനെ കുറിച്ച് നല്ല ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇവിടെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. മൊത്തം 5 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഈ ഒരു യൂണിറ്റ് 1 നിന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുക. സോ ലെറ്റ് us see. ഇനി നമുക്ക് 2022 അതായത് 23/12/2022 ഇതേ തസ്തികയിലേക്ക് ഇതിനു മുന്നേ ഒരു പരീക്ഷ നടത്തിയത്. അപ്പോൾ ആ ഒരു പരീക്ഷയിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു മാർക്കറ്റിങ്ങിനെ ബേസ് ചെയ്ത്. ആദ്യം നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങാം. റൈറ്റ്. സോ ആദ്യത്തെ ചോദ്യം 61 മുതലാണ് ഇതിന്റെ ചോദ്യങ്ങൾ ആ ഒരു ചോദ്യ പേപ്പറിൽ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ഇവിടെ നിലനിർത്തി എന്നുള്ളതാണ്. ആദ്യത്തെ ചോദ്യം, ഗ്രീൻ മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് റിലേറ്റ്സ് ടു. ഇപ്പം ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു മാർക്കറ്റിംഗ് ചാനലാണ്, എന്നാ ഒരു മാർക്കറ്റിംഗിന്റെ ഒരു റീസെന്റ് ട്രെൻഡുമാണ് ഈ ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീൻ മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് എന്തിൽ നമുക്ക് റിലേറ്റ് ചെയ്ത് കൊണ്ടുവരാം, എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഗ്രീൻ മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? അപ്പൊ വളരെ ജനറൽ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആണോ? നമ്മൾ പൊതുവെ ഗ്രീൻ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒരു എന്താ പറയേണ്ടത്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ആ ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി മറ്റൊന്ന്, പ്രിസർവേഷൻ ഓഫ് എൻവയൺമെന്റിന്റെ പ്രിസർവേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആണോ? ഇനി മറ്റൊന്ന്, സോഷ്യൽ മാർക്കറ്റിംഗ് എൻവയൺമെന്റ്. ഇനി നാലാമതൊന്ന്, ഓർഗാനിക് പ്രോഡക്റ്റ് മാർക്കറ്റിംഗ്. ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്ട്സിന്റെ മാർക്കറ്റിംഗ്. അപ്പൊ ഓർഗാനിക് പ്രോഡക്ട്സും ഏകദേശം ഗ്രീൻ പ്രോഡക്ട്സ് തന്നെയാണല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു ഓപ്ഷൻസ് വന്നേക്കുന്നത് കണ്ടില്ലേ, നമ്മളെ ശരിക്കും തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകത്തക്ക രീതിയിലുള്ള ഓപ്ഷൻസ് തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പൊ ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടേം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്ത് കിടക്കുന്നത് ഇസ് വിത്ത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പൊ എന്ത് തരം മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്? നമ്മുടെ ആ ഒരു നാച്ചുറൽ എൻവയൺമെന്റിന് എന്താ പറയേണ്ടത്, ഉണ്ടാകാൻ സാധ്യതയുള്ള ഹാം വളരെയധികം കുറയ്ക്കത്തക്ക രീതിയിലുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെയാണ് ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സസ്റ്റൈനബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് സസ്റ്റൈനബിലിറ്റി? നമുക്ക് നമ്മുടെ എന്താ പറയേണ്ടത്, ചുറ്റുപാടുമുള്ള കാര്യങ്ങളും നമ്മുടെ അന്തരീക്ഷവും നമ്മുടെ ക്ലൈമറ്റും ഒക്കെ നമുക്ക് ഇതേ കണക്ക് നിലനിൽക്കണം ഇനി വരുന്ന കാലങ്ങൾ മുഴുവനും. അതാണ് ദീർഘനാളത്തേക്ക് നമുക്ക് നിലനിർത്താൻ കഴിയുന്നതിനെയാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രീൻ മാർക്കറ്റിംഗിന്റെ പ്രിൻസിപ്പിൾസും ഫോക്കസ് ചെയ്യുന്നത് പൊല്യൂഷൻ കുറച്ചു കൊണ്ടുവരിക, റിസോഴ്സസ് കൺസേർവ് ചെയ്യുക, വേസ്റ്റ് കുറച്ചു കൊണ്ടുവരിക, ആൻഡ് ആ ഒരു എൻവയറമെന്റൽ പെർഫോമൻസ് ബെറ്റർ ആക്കി കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ ദിസ് ഇസ് ഇൻ കണക്ഷൻ വിത്ത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സർവീസിന്റെ ലൈഫ് സൈക്കിളും ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവർ എൻവയറമെന്റൽ ക്ലെയിംസ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ഭാഗമായിട്ട് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് ആ ഒരു കോൺസെപ്റ്റ് ലിങ്ക് ചെയ്ത്, അതായത് ഗ്രീൻ മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് എന്ന കോൺസെപ്റ്റ് ലിങ്ക് ചെയ്ത് കിടക്കുന്നത് ഇസ് വിത്ത് എൻവയറമെന്റൽ പ്രിസർവേഷൻ തന്നെയാണ്. പക്ഷേ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു എൻവയറമെന്റിലേക്ക് വരിക, എന്തുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു എൻവയറമെന്റിലേക്ക് ഇത് വരുന്നു എന്ന് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു, അല്ലേ? അപ്പോ ഇവിടെ നമുക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 2 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തേക്കുന്നതായിട്ട് കാണാം. ഒന്ന് പ്രിസർവേഷൻ ഓഫ് എൻവയൺമെന്റ്, മറ്റൊന്ന് സോഷ്യൽ മാർക്കറ്റിംഗ് എൻവയൺമെന്റ്.
അപ്പൊ സോഷ്യൽ മാർക്കറ്റിംഗ് എൻവയൺമെന്റ് ആണോ ഇവിടെ ഉചിതം, അതോ ഈ ഒരു എൻവയൺമെന്റിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണോ ഉചിതം? ഇപ്പൊ ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും അതിന്റെ ഒരു ഉദാഹരണമാണ് ബ്രോഷേഴ്സ് പേപ്പറിൽ അച്ചടിച്ച് കൊടുക്കുന്നതിന് പകരം അത് ഇമെയിൽ ആയിട്ട് കൊടുക്കൂ, വാട്സാപ്പിൽ അയച്ചു കൊടുക്കൂ എന്ന് പറയുന്നതാണ് ഗ്രീൻ മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസിന്റെ ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എന്ന് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഏറ്റവും ഉചിതമായ ഉത്തരം എന്നുള്ളത് മനസ്സിലായി അല്ലെ. അപ്പൊ ഗ്രീൻ മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് ഫോക്കസ് ചെയ്യുന്നത് പൊല്യൂഷൻ പോലെയുള്ള സംഗതികൾ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത്. ഇനി ഓപ്ഷൻ എ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇത് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, അത് ക്രോപ്സ് ആകാം, ഫെർട്ടിലൈസേഴ്സ് ആകാം, നമ്മൾ ഫാംസിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, ട്രാക്ടർ പോലെയൊക്കെയുള്ള എക്യുപ്മെന്റ്സ് ആകാം. അത് മറ്റൊരു സെക്ടർ തന്നെയാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ സോഷ്യൽ മാർക്കറ്റിംഗ് എൻവയൺമെന്റ് എന്ന് പറയുമ്പം ഇത് ഒരു 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 കുഴഞ്ഞു മറിഞ്ഞ ഒരു എന്താ പറയണ്ട ഒരു ഫ്രേസ് ആണ് ഈ സോഷ്യൽ മാർക്കറ്റിംഗ് എൻവയൺമെന്റ് എന്ന് തന്നെ പറയുന്നത്. സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം ഇറ്റ് ഇസ് ദി ആപ്ലിക്കേഷൻ ഓഫ് മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് ടു ഇൻഫ്ലുവൻസ് ബിഹേവിയേഴ്സ് ഓഫ് സോഷ്യൽ ഗുഡ്. അതാണ് സോഷ്യൽ മാർക്കറ്റിംഗ്. സോഷ്യൽ മാർക്കറ്റിംഗ് എന്താണ്? സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുജനത്തിന്റെ ഇടയിലുള്ള ചില സ്വഭാവങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾസ് ആണ് സോഷ്യൽ മാർക്കറ്റിംഗ് എൻവയൺമെന്റ് അല്ലെങ്കിൽ സോഷ്യൽ മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ പുകവലി വിരുദ്ധ ക്യാമ്പയിൻ, പുകവലിക്ക് എതിരെയുള്ള ക്യാമ്പയിൻസ് നടത്തുന്നു, മദ്യപാനത്തിനെതിരെയുള്ള ക്യാമ്പയിൻസ് നടത്തുന്നു, റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻസ് നടത്തുന്നു. അതൊക്കെയാണ് സോഷ്യൽ മാർക്കറ്റിംഗ് എൻവയൺമെന്റിന്റെ ഭാഗമായിട്ട് അവിടെ വരും അല്ലെ. അപ്പോ എന്താ പറയേണ്ടത്, ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ മാർക്കറ്റിംഗ് പലപ്പോഴും എന്താ പറയേണ്ടത് സോഷ്യൽ ഗോൾസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വരാം. സോഷ്യൽ ഗോൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ്? സമൂഹത്തിന് കൊണ്ടുവരുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്പെസിഫിക്കലി അത് ഒരു എൻവയൺമെന്റിനോടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. അതായത് മാർക്കറ്റിംഗിൽ എടുക്കുന്ന തീരുമാനങ്ങൾ. അപ്പൊ അത് സോഷ്യൽ മാർക്കറ്റിംഗ് എൻവയൺമെന്റ് അല്ല അതിന്റെ ഉത്തരം. അപ്പൊ ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ ആ ഒരു കോൺസെപ്റ്റിന്റെ. ഇനി ഓർഗാനിക് പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴോ, ഓർഗാനിക് പ്രോഡക്റ്റും ഒരുപക്ഷെ ഗ്രീൻ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് വരാം. കാരണം ഓർഗാനിക് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ രാസവസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ അതിനെ കൃഷി ചെയ്ത് അല്ലെങ്കിൽ രാസവസ്തുക്കൾ വളങ്ങളായിട്ട് ഉപയോഗിക്കാതെ കൃഷി ചെയ്യുന്ന സംഗതികളെ ഓർഗാനിക് ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആ ഓർഗാനിക്കിനേക്കാളും കുറെ കൂടെ ബ്രോഡർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എനർജി എഫിഷ്യൻസി വരുന്നുണ്ട്, പാക്കേജിംഗ് റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യകത അതിനകത്ത് വരുന്നുണ്ട്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള സോഴ്സിങ്. അതായത് നമ്മളിപ്പോ പാക്കേജിംഗ് മെറ്റീരിയൽസ്, കാർഡ്ബോർഡ് പോലെയുള്ള സംഗതികൾ ഉണ്ടാക്കാനായിട്ട് ഓടിച്ചെന്ന് കുറെ മരം അങ്ങ് മുറിക്കുകയല്ല, പകരം നമുക്ക് എന്ത് ചെയ്യാം, ഈ മരങ്ങളെ നമുക്ക് ദീർഘകാലം നിലനിർത്തുകയും വേണം അല്ലേ. അപ്പോൾ എമിഷൻസ് കുറഞ്ഞുകൊണ്ടുള്ള ലോജിസ്റ്റിക്സിൽ ഒത്തിരി അധികം ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായിട്ട് വരും. അപ്പോ എന്താ പറയേണ്ടത്, ഒരു സ്ഥലത്തേക്ക് ഒരു 20 ട്രക്ക് അയക്കുന്നതാണോ ലാഭം, അതായത് ഈ പൊല്യൂഷൻ അനുസരിച്ച് ലാഭം, അതോ ഒരു ട്രെയിനിൽ ഇതെല്ലാം കൂടെ കയറ്റി അയക്കുന്നതാണോ ലാഭം? അപ്പോ അതാണ് ലോ എമിഷൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതേപോലെ റീസൈക്കിൾ ചെയ്യുന്നതിനുള്ള സിസ്റ്റംസ് ഇവിടെ കൊണ്ടുവരാം. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത്, അതൊക്കെയാണ് ശരിക്കും എന്താ പറയേണ്ടത് ഈ ഒരു ബ്രോഡർ കോൺസെപ്റ്റ് എന്ന നിലയിൽ നമുക്ക് മാർക്കറ്റിംഗിന്റെ അല്ലെങ്കിൽ ഗ്രീൻ മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ഏകദേശം ഒരു വ്യക്തമായ ഒരു ഐഡിയ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടല്ലേ, എന്താണ് ഈ ഗ്രീൻ മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത്. ഇത് നമുക്ക് വളരെയധികം സസ്റ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ നിലനിർത്തി നമുക്ക് കൊണ്ടുപോകേണ്ട ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ മനസ്സിൽ കണ്ടോളൂ. ഇനി 62ാമത്തെ ചോദ്യമാണ് അടുത്തത്. മാർക്കറ്റിംഗ് മയോപ്പിയ ഇസ് ബേസ്ഡ് അപ്പോൺ, ആദ്യം പറയുന്നത് കറന്റ് പ്രോഡക്റ്റ് ഓഫറിംഗ്, അതോ forecasting the future product offering, or dropping a product or adding a product. അപ്പോൾ ഫൈനൽ ആൻസർ കീയിൽ ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യാനായിട്ട് പല കാരണങ്ങൾ അവിടെ ഉണ്ടാകാം എന്നുള്ളത്. എന്നാൽ നമ്മൾ ഇതിന്റെ എന്താ പറയേണ്ടത്, ഇതിന്റെ ആ ഒരു പ്രൊവിഷണൽ ആൻസർ കീ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത്, അതായത് ഫോർകാസ്റ്റിംഗ് ദ ഫ്യൂച്ചർ പ്രോഡക്റ്റ് ഓഫറിംഗ് എന്നുള്ള.
പക്ഷേ ഏറ്റവും അനുയോജ്യമായ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കറന്റ് പ്രോഡക്റ്റ് ഓഫറിംഗ്. അതാണ് മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയുന്നത്, കറന്റ് പ്രോഡക്റ്റ് ഓഫറിംഗ് ആണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു ചോദ്യം ഇതിനകത്ത് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ എന്താണ് ഈ മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയുന്നത്? ഒരു കോൺസെപ്റ്റ് എന്ന നിലയിൽ നമ്മൾ മാർക്കറ്റിംഗ് മയോപ്പിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് എ ഫേം അല്ലെങ്കിൽ ഒരു കമ്പനി ബീങ് പ്രോഡക്റ്റ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനി അവരുടെ പ്രോഡക്റ്റ് എന്താണോ ആ ഒരു പ്രോഡക്റ്റിനെ വളർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് ആ പ്രോഡക്റ്റിനെ ചുറ്റിപ്പറ്റി എല്ലാം ചെയ്യുന്നത്. നമുക്കറിയാം കസ്റ്റമർ സെൻട്രിക് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാം അല്ലെ. കസ്റ്റമർ സെൻട്രിക് ആയിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുക, കസ്റ്റമർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ള പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുക. അതാണ് കസ്റ്റമർ സെൻട്രിക് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ പ്രോഡക്റ്റ് സെൻട്രിക് എന്ന് പറയുമ്പോഴത്തേക്ക് അവര് അത് വിറ്റ് പോകുമോ, അത് കസ്റ്റമർ എങ്ങനെയായിരിക്കുമോ എന്നുള്ളതൊന്നും ചിന്തിക്കാതെ ആ പ്രോഡക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ ബെറ്ററാക്കി ഒരുപക്ഷെ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ശരിക്കും ഇതാണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഓർത്തു വെച്ചോളുക. മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജി ആണെങ്കിലും അതൊരു മാനേജറിയൽ എറർ ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. സോ ഇറ്റ് ഈസ് എ മാനേജറിയൽ എറർ ഓഫ് ഡിഫൈനിങ് ബിസിനസ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് കറന്റ് പ്രോഡക്ട്സ്. നിലവിൽ ആ ഒരു ഫേം അല്ലെങ്കിൽ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ വിറ്റുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ പ്രോഡക്റ്റിൽ മാത്രം അവിടെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഒരു ഷോർട്ട് ടേം അല്ലെങ്കിൽ ഒരു ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജറിയൽ എറർ ആണ് ഇത്. ആ ഒരു ലോങ് ടേം കണക്കിലെടുത്തുകൊണ്ടല്ല ഇത് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടെ കസ്റ്റമറുടെ ആവശ്യങ്ങൾ ഒന്നും ഇവിടെ കണക്കിലെടുക്കുന്നില്ല, കസ്റ്റമറുടെ ആവശ്യങ്ങൾ ഒരു പക്ഷേ സാറ്റിസ്ഫൈ ചെയ്യുന്നതും ഇല്ല. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് കസ്റ്റമർ വാങ്ങണം അല്ലെ വാങ്ങുന്നു എന്നുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ പ്രോഡക്റ്റ് സെന്റേർഡ് ഫോക്കസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഓർഗനൈസേഷൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ നിലവിലുള്ള ആ ഒരു പ്രോഡക്റ്റ് ഓഫറിങ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണോ എന്താണോ അതിൽ മാത്രം അവർ ഫോക്കസ് ചെയ്യുന്നു. എന്നാൽ ആ ഒരു പ്രോഡക്റ്റില് കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് അവര് അല്ലെങ്കിൽ ടെക്നോളജി മാറുന്നതനുസരിച്ചോ അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ ഡെഫിനിഷൻസ് മാറുന്നതനുസരിച്ചോ പ്രോഡക്റ്റിനെ അവര് മാറ്റില്ല. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ പറയാനാണെങ്കിൽ മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓറിയന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ പ്രോഡക്റ്റ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദർ ഇസ് ദിസ് ബിലീഫ്, അതായത് ഈ ഒരു കറന്റ് പ്രോഡക്റ്റിനെ ഒരു പക്ഷേ ഇംപ്രൂവ് ചെയ്യുക എന്നിട്ട് അത് തന്നെ കസ്റ്റമറിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ്. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും സക്സസിനുള്ള മാർഗം എന്ന് വിശ്വസിക്കുന്നതാണ് മാർക്കറ്റിംഗ് മയോപ്പിയ. അപ്പൊ മാർക്കറ്റില് കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു രീതിയിൽ അത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. വേറെ കോമ്പറ്റീഷൻ ഇല്ല അല്ലെ. അപ്പൊ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലല്ലേ ഒരു പ്രോഡക്റ്റ് വിട്ട് മറ്റൊരു പ്രോഡക്റ്റിലേക്ക് ആൾക്കാർ പോവുകയുള്ളൂ. അപ്പൊ ഇവിടെ കോമ്പറ്റീഷനേ ഇല്ല, ആ ഒരു കമ്പനി മാത്രമാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അവർക്ക് കസ്റ്റമറുടെ ആവശ്യങ്ങൾ കണക്കിലെടുക്കണമെന്ന് നിർബന്ധമില്ല, പകരം അവർക്ക് അവരുടെ പ്രോഡക്റ്റിൽ നിന്ന് പരമാവധി ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കാം എന്നുള്ളതാണ്. ഇനി ഈ ഓപ്ഷൻ ബി, ഫോർകാസ്റ്റിംഗ് ദ ഫ്യൂച്ചർ ഓഫ് പ്രോഡക്റ്റ് ഓഫറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഫോർകാസ്റ്റിംഗ് നടത്തിയാണ് ഈ ഒരു ഫ്യൂച്ചറിൽ ഈ പ്രോഡക്റ്റ് എങ്ങനെ ആയിരിക്കണം അല്ലെ. അപ്പോ അത് ഓൾറെഡി നന്നായിട്ട് അത് വിറ്റുപോകുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫോർകാസ്റ്റിംഗ് കൊണ്ട് ഈ മയോപ്പിയ കുറച്ചു കൊണ്ടുവരാം, ഈ ഒരു എറർ കുറച്ചു കൊണ്ടുവരാം അല്ലേ. കാരണം എങ്ങനെയാണ്? അപ്പൊ ഭാവിയിൽ ആൾക്കാർ ഇത് വാങ്ങണമെങ്കിൽ ഈ പ്രോഡക്റ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, എങ്ങനെയൊക്കെ ഇത് കസ്റ്റമർ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരണം. അപ്പൊ ആൾക്കാരുടെ ആവശ്യങ്ങള് ദൈനംദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ പ്രോഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ടെക്നോളജി വളരുന്ന, നമ്മുടെ ഒരുപക്ഷെ ഇൻകം വളരുന്ന, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഡക്റ്റുമായിട്ടുള്ള ആവശ്യങ്ങളും അതനുസരിച്ച് മാറി മാറി വരും. അപ്പോ ഈ ഫോർകാസ്റ്റിംഗിലൂടെ നമുക്ക് മാർക്കറ്റിംഗ് മയോപ്പിയ കുറയ്ക്കാനാണ് സാധിക്കുക. ഇനി ഡ്രോപ്പിംഗ് എ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒരു പ്രോഡക്റ്റ് ഇനി അവര് പ്രൊഡക്ഷനിൽ നിന്ന് നിർത്തുന്നു, നമ്മുടെ മാരുതി 800 നിർത്തിയതുപോലെ
അത് പ്രൊഡക്ഷനിൽ നിന്ന് നിർത്തുന്നു എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നതാണ് ഡ്രോപ്പിംഗ് എ പ്രോഡക്റ്റ്. ആഡിങ് എ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എന്താ പറയേണ്ടത്, മാർക്കറ്റ് റെസ്പോൺസ് അനുസരിച്ച്, അല്ലെങ്കിൽ പുതിയ ഇന്നോവേഷൻസ് നടക്കുന്നതനുസരിച്ച്, അല്ലെങ്കിൽ കോമ്പറ്റീഷന്റെ ഫലമായിട്ട് പല കമ്പനീസ് അവിടെ ഒന്ന് കമ്പീറ്റ് ചെയ്യുമല്ലോ, കോമ്പറ്റീഷന്റെ ഫലമായിട്ട് ഒരു പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവരുന്ന ആ പുതിയ ചേഞ്ച് ആയി വരുന്ന മാർക്കറ്റിംഗ് നീഡ്സിനെ അല്ലെങ്കിൽ മാർക്കറ്റിലെ ആവശ്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നതിനെയാണ് ഈ ആഡിങ് എ പ്രോഡക്റ്റ് എന്നവിടെ പറയുന്നത്. അപ്പൊ അത് മയോപ്പിയ അല്ല. ഓക്കെ, അപ്പൊ ഇത് ഓൾറെഡി ഡിലീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അതല്ല ഇത് നിലനിന്നിരുന്നുവെങ്കിൽ ഓപ്ഷൻ എ തന്നെയാണ് ഇതിന്റെ ഏറ്റവും അനുയോജ്യമായ ഒരു ഉത്തരമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം അതാണ് ഏറ്റവും അടുത്ത് കിടക്കുക എന്നുള്ളത് വിത്ത് മാർക്കറ്റിംഗ് മയോപ്പിയ. ഓക്കെ, അപ്പോ 62 അത് കഴിഞ്ഞ് നൗ ലെറ്റ് us look at question number 63. 63 ഇതാണ്, പ്രൊമോഷൻ മിക്സിനെ കുറിച്ചാണ്. അപ്പൊ പ്രൊമോഷൻ മിക്സ് ഇൻക്ലൂഡ്സ്, പ്രൊമോഷൻ മിക്സിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ്, ബ്രാൻഡ്, പാക്കേജ് ആൻഡ് PLC, അഡ്വർടൈസിംഗ്, പബ്ലിസിറ്റി, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് പ്രൊമോഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ ട്രാൻസ്പോർട്ടേഷൻ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, പാക്കേജിംഗ് ആൻഡ് കസ്റ്റമർ സർവീസ്. നാലാമത്തെ ഓപ്ഷൻ ബ്രാൻഡ് നെയിം, പ്രോഡക്റ്റ് ബിലീവ്സ്, ഡെലിവറി ആൻഡ് ക്രെഡിറ്റ്. അതാണ് പ്രോഡക്റ്റ് മിക്സ്, പ്രൊമോഷൻ മിക്സ്. എന്താണ് പ്രൊമോഷൻ മിക്സിൽ ഉള്ളത്, എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. അപ്പോ ഈ പ്രൊമോഷൻ മിക്സ് എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് കമ്മ്യൂണിക്കേഷൻസ് മിക്സ്. പ്രൊമോഷൻസ് മിക്സിനെ തന്നെ കമ്മ്യൂണിക്കേഷൻസ് മിക്സ് എന്നും പറയും. അപ്പോ ഇത് ഒരു മെയിൻ ടൂൾ ആയിട്ട് ഉപയോഗിക്കുകയാണ് ഈ ഒരു പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വിവരം എത്തിക്കണമല്ലോ, അതിനുപയോഗിക്കുന്നതാണ് ഈ പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പലതാണ് ഇതിന്റെ ഉദ്ദേശം. ഒന്ന്, ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിന് കൊടുക്കുക. മറ്റൊന്ന്, ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ, ഇത് വാങ്ങാനായിട്ട് കസ്റ്റമേഴ്സിനെ പെർസുവേഡ് ചെയ്യുക. മറ്റൊന്ന്, ഈ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ ഓർമ്മിപ്പിക്കണം, അവരെ റിമൈൻഡ് ചെയ്യണം. അത് ഇതിന്റെ പിന്നിലെ ഒരു ഉദ്ദേശമാണ്. അതോടൊപ്പം തന്നെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത ബിൽഡ് ചെയ്തെടുക്കുക. നമുക്ക് ഒരു കമ്പനിയെ വിശ്വാസമില്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങാനുള്ള സാധ്യത വളരെയധികം കുറവാണ്, അല്ലെ? അപ്പോ ഇതിന്റെ കോർ കമ്പോണൻസ് എന്ന് പറയുമ്പം ഒന്ന്, അതിനകത്ത് അഡ്വർടൈസിങ് വരുന്നുണ്ട്. അഡ്വർടൈസിങ് ഒന്നുകിൽ അത് പെയ്ഡ് അഡ്വർടൈസിങ് ആകാം, അല്ലെങ്കിൽ നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇത് അങ്ങനെയല്ല, ഇത് പൊതുജനത്തെ അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന മെസ്സേജ് ആണ്. അതാണ് അഡ്വർടൈസിംഗ് ആയിട്ട് വരിക. ഇനി മറ്റൊന്ന് പേഴ്സണൽ സെല്ലിംഗ് അവിടെ വരുന്നുണ്ട്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷനും ആ പ്രോഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും ഈ കമ്പനികളുടെ റെപ്രസെന്റേറ്റീവ്സ് നമ്മുടെ വീടുകളിൽ വരാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള പ്രോഡക്റ്റ് അവര് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരുന്നത്, കാണിച്ചു തരുന്നത്, അതിന്റെ വിവരങ്ങൾ പറഞ്ഞു തരുന്നത്, അല്ലെ? അപ്പൊ നമ്മളൊരു വാഹനം വാങ്ങാനോ ഒരു ഇലക്ട്രോണിക്സ് വാങ്ങാനോ എന്തെങ്കിലും ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണൽ സെല്ലിംഗ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമതൊന്ന് വേണ്ടത് പബ്ലിസിറ്റി അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് ആണ്. അപ്പൊ ഇവിടെയാണ് ആ ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു വിശ്വാസ്യത ബിൽഡ് ചെയ്തെടുക്കുക, അല്ലെ? ആ ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ പബ്ലിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് ഇസ് അൺപെയ്ഡ് ആയിട്ടുള്ള ഒരു മീഡിയ കവറേജ് ആണ് പബ്ലിസിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മറ്റൊന്ന് വരുന്നത് സെയിൽസ് പ്രൊമോഷൻ ആണ്. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഇൻസെന്റിവ്സ്, ഒരു പക്ഷേ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരെണ്ണത്തിന്റെ വിലയ്ക്ക് 2 എണ്ണം കിട്ടാം എന്നൊക്കെയുള്ളത്, അല്ലെ? അപ്പൊ ഇത്രയാണ് ആ ഒരു എന്താ പറയേണ്ടത് പ്രൊമോഷൻ മിക്സിന്റെ ഭാഗമായിട്ട് വരുന്ന സംഗതികൾ. അപ്പൊ അത് എല്ലാം ഉൾപ്പെട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ ബിയിലാണ്, അല്ലെ? അഡ്വർടൈസിംഗ്, പബ്ലിസിറ്റി, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് പ്രൊമോഷൻ. അപ്പോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഒരു കറക്റ്റ് ആൻസർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. റൈറ്റ്, ഓക്കെ. ഇനി 64ാമത്തെ ചോദ്യം ഇതാണ്, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഇസ്. മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് ഒരു എക്സ്ചേഞ്ച് കോൺസെപ്റ്റ് ആണോ, ഒരു മെറ്റീരിയൽ കോൺസെപ്റ്റ് ആണോ, ഒരു സപ്ലൈ കോൺസെപ്റ്റ് ആണോ, അതോ ഒരു എഗ്രിമെന്റ് കോൺസെപ്റ്റ് ആണോ ഈ ഒരു മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? അപ്പോ മാർക്കറ്റിംഗില്
മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു കോർ എന്ന് പറയുന്നത് ഇസ് ഓർഗനൈസ്ഡ് അറൌണ്ട് എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സാധനം കേടായോണ്ട് കൊണ്ട് തിരിച്ചു കൊടുക്കുന്നതല്ല, ഒന്നിന് പകരം ഒന്ന് എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ അതിലേക്ക് കൂടുതൽ ഇറങ്ങുമ്പോഴത്തേക്ക് വി വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദിസ് കോൺസെപ്റ്റ് എന്നുള്ളത്. അപ്പോ ദിസ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് പാർട്ടീസ് വോളണ്ടറിലി ഗിവ് വാല്യൂ ടു റിസീവ് വാല്യൂ. അതാണ് ആ ഒരു മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ എന്താണ്? ദ പ്രോസസ് ബൈ വിച്ച് പാർട്ടീസ് വോളണ്ടറിലി ഗിവ് വാല്യൂ ടു റിസീവ് വാല്യൂ. അപ്പോ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ നമ്മൾ വിവരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഇതൊരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഈ മാർക്കറ്റിംഗിൽ രണ്ട് പാർട്ടീസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒന്ന്, ഒരാൾ ഇത് വിൽക്കാനായിട്ട് നിൽക്കുന്നതും ഒരാൾ ഇത് വാങ്ങാനായിട്ട് നിൽക്കുന്നതും എന്ന് വിചാരിക്കുക. അപ്പോ ഒരു തരത്തിലും അവരെ നിർബന്ധിക്കാതെ വോളണ്ടറിലി, സ്വമേധയാ ഈ രണ്ട് പാർട്ടീസും വാല്യൂ കൊടുത്ത് വാല്യൂ നേടുന്നു. അപ്പോ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു ഫ്രിഡ്ജ് വാങ്ങാനായിട്ട് പോകുന്നു. അപ്പോൾ ഫ്രിഡ്ജ് വാങ്ങാനായിട്ട് പോകുന്ന ആ ഒരു സാഹചര്യത്തില് അല്ലെങ്കിൽ ആ ഒരു ഫ്രിഡ്ജ് വാങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിന്റെ ആ ഒരു മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ വാങ്ങുന്ന സിനാരിയോ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മൾ വാല്യൂ അങ്ങോട്ട് കൊടുക്കുന്നു, ഒരു മൂല്യം അങ്ങോട്ട് കൊടുക്കുന്നു, അതായത് എന്താണ്? പൈസ അങ്ങോട്ട് കൊടുക്കുന്നു. അവരൊരു മൂല്യം ആ പൈസയ്ക്ക് തത്തുല്യമായത് ഇങ്ങോട്ട് തരുന്നു. അതാണ് ആ ഒരു ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ മൂല്യത്തിന് പകരം മൂല്യം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വമേധയാ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ മാർക്കറ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മോഡേൺ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഒന്ന്, കസ്റ്റമർ വാല്യൂവിൽ പ്രാധാന്യം കൊടുക്കുന്നത്. കസ്റ്റമറുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ബന്ധത്തിന് അവിടെ ഒരു വാല്യൂ കൊടുക്കുന്നു. സമൂഹത്തിന്റെ ആ ഒരു ഉന്നമനം, സൊസൈറ്റിയൽ വെൽഫെയറിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോ മോഡേൺ മാർക്കറ്റിംഗിൽ അങ്ങനെയാണ് എങ്കിലും ആ ഒരു ഫണ്ടമെന്റൽ മെക്കാനിസം, അതായത് ഈ മാർക്കറ്റിങ്ങിനെ തന്നെ പോസിബിൾ ആക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ മെക്കാനിസം എന്ന് പറയുന്നത് ഈ ഒരു എക്സ്ചേഞ്ച് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ മണി കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന, അല്ലെങ്കിൽ പൈസ കൊടുത്ത് നമ്മൾ സർവീസസ് വാങ്ങുന്നു. നമ്മുടെ വാഹനം കേടായി അത് നമ്മൾ ഒരു സർവീസ് സെന്ററിൽ കൊണ്ടുപോയി അതിന് റിപ്പയർ ചെയ്യുന്ന, അതൊരു സർവീസ് ആണ് അവിടെ നമ്മൾ ചെയ്യുന്നത്, അല്ലേ? ഇനി എന്താ പറയേണ്ടത്? ഇവിടെ ആ ഒരു ബെനിഫിറ്റ്സിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അവിടെ വരുന്നത്. ആൻഡ് ഈ വാല്യൂവിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു മൂല്യത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് കൂട്ടരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു എക്സ്ചേഞ്ച് കോൺസെപ്റ്റ് എന്നുള്ളത്. ഇത് നമ്മുടെ ലെസൺസിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോ നമുക്ക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിനെ ഏറ്റവും അനുയോജ്യമായിട്ട് ചേർക്കാൻ കഴിയുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 64ന്റെ കറക്റ്റ് ആൻസർ. മെറ്റീരിയൽ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അത് ഒരു മാർക്കറ്റിംഗിന്റെ ഒരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് അല്ല. അപ്പൊ മാർക്കറ്റിംഗ് ഡസ് നോട്ട് റെസ്റ്റ് ഓൺ മെറ്റീരിയൽ. മെറ്റീരിയൽ അല്ല മാർക്കറ്റിംഗിന്റെ ഒരു ഡിഫൈനിങ് തിയറിറ്റിക്കൽ ബേസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി മറ്റൊന്ന്, ആ ഒരു സപ്ലൈ കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, സപ്ലൈ എന്ന് പറയുന്നത് ഒരു എക്കണോമിക് നോഷൻ ആണ്. അതാണ് സപ്ലൈ എന്ന് പറയുന്നത്. അത് എന്താണ് ഈ സപ്ലൈ എന്ന് പറയുന്നത്? അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. എന്തുമാത്രം ഗുഡ്സും സർവീസസും മാർക്കറ്റിൽ ഒരു അവൈലബിൾ ആണ്, മാർക്കറ്റിൽ ലഭ്യമാണ് എന്നുള്ളതാണ്. ഇപ്പൊ മാർക്കറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത് സപ്ലൈ അല്ല. മാർക്കറ്റിംഗ് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു എന്താ പറയുന്നത്, ഒരു മൂല്യമുള്ള ഒരു പ്രോഡക്റ്റോ സർവീസോ അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുക, ആ ഒരു വാല്യൂ അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് ആ ഒരു എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ആ ഒരു സപ്ലൈ ഉണ്ടാക്കുക എന്നുള്ള, സപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫാക്ടറിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്ത് കടകളിൽ എത്തിക്കുന്നതിനെ നമുക്ക് സപ്ലൈ എന്ന് പറയാം. ഇനി എഗ്രിമെന്റ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അപ്പോ എഗ്രിമെന്റുകളായാലും കോൺട്രാക്റ്റുകളായിരുന്നാലും ചില എക്സ്ചേഞ്ചുകളിൽ, സ്പെസിഫിക്കലി നമ്മുടെ ഫൈനാൻസ് എക്സ്ചേഞ്ചുകളിൽ ഈ ഒരു എഗ്രിമെന്റ് കോൺസെപ്റ്റ് അനിവാര്യമാണ്.
അപ്പോ എഗ്രിമെന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് എല്ലാ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയേണ്ടത് കോൺസെപ്ച്വൽ ബിലീഫ് ഓഫ് മാർക്കറ്റിംഗിൽ തന്നെ അത് വരുന്നില്ല എന്നുള്ളതാണ്. എക്സ്ചേഞ്ച് ആണ് എല്ലായിടത്തും. അപ്പോൾ ഈ ഒരു എഗ്രിമെന്റ് കോൺസെപ്റ്റിൽ പോലും എക്സ്ചേഞ്ച് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പം ഒരു ബാങ്കിൽ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് നമ്മൾ ഇടുന്ന ആ ഒരു സമയത്ത് അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാകും ആ ഒരു കസ്റ്റമറും ആ ഒരു ബാങ്കുമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ക്ലയന്റും ബാങ്കുമായിട്ട് ഒരു എഗ്രിമെന്റ് അവിടെ സൈൻ ചെയ്തിട്ടാണ് ഇത് അവിടെ ഇടുന്നത് അല്ലെ. പക്ഷേ നമ്മൾ ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ പോകുന്ന സമയത്ത് സ്പെസിഫിക്കലി ഒരു എഗ്രിമെന്റ് ഒന്നും അവിടെ ഉണ്ടാകില്ല. ഇനി കാർ വാങ്ങാൻ പോകുന്ന സമയത്തും ഒരു എഗ്രിമെന്റ് അവിടെ ഉണ്ടാകില്ല. ഒരു ലോൺ എടുക്കുന്നെങ്കിൽ മാത്രമാണ് അതിനൊരു എഗ്രിമെന്റ് അവിടെ വരിക, അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങൾക്കാണ് അവിടെ ഒരു എഗ്രിമെന്റ് വരിക. അല്ലാതെ എന്താ പറയണ്ട ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് തന്നെ അവിടെ ഒരു എഗ്രിമെന്റ് ഇല്ല. പക്ഷെ ഫൈനാൻഷ്യൽ പ്രോഡക്ട്സിന് എഗ്രിമെന്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, ഇനി 65ാമത്തെ ചോദ്യം ഇതാണ്. സ്കിമ്മിംഗ് പ്രൈസിംഗ് ഇംപ്ലൈസ്. അപ്പോ സ്കിമ്മിംഗ് പ്രൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം ഇവിടെ. അപ്പോ ഈ സ്കിമ്മിംഗ് പ്രൈസിംഗ് അല്ലെങ്കിൽ ഈ മാർക്കറ്റ് സ്കിമ്മിംഗ് എന്നും അതിനെ പറയും. ഇത് ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പോ കമ്പനികൾ അല്ലെങ്കിൽ ആ ഒരു ഫേം ഒരു ഹൈ ഇനിഷ്യൽ പ്രൈസ് സെറ്റ് ചെയ്യുക, അതാണ് ഇതിന്റെ ആ ഒരു സ്ട്രാറ്റജി. അപ്പൊ ആ ഒരു പ്രോഡക്റ്റ്, പുതിയൊരു പ്രോഡക്റ്റ് അവർ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഇനിഷ്യലി അതിന് ഒരു വലിയ വിലയായിരിക്കും അവർ തീരുമാനിക്കുന്നത്. ഒരു ഹൈ ഇനിഷ്യൽ പ്രൈസ് അവരത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈ ഇനിഷ്യൽ പ്രൈസ് ആയിരിക്കും. അപ്പൊ ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദേ ആർ എയിമിംഗ് ടു സ്കിം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു റവന്യൂ, മാക്സിമം റവന്യൂ ഉണ്ടാക്കുക ഫ്രം ഏർലി അഡോപ്റ്റേഴ്സ് ഹു ആർ വില്ലിംഗ് ടു പേ മോർ. അതായത് ആദ്യം വാങ്ങുന്നവര് കൂടുതൽ എമൗണ്ട് പേ ചെയ്യാനായിട്ട് അവര് തയ്യാറായിരിക്കും പലപ്പോഴും. അപ്പൊ മനുഷ്യന്റെ ആ ഒരു തയ്യാർ എന്നുള്ള ആ ഒരു നിലയിൽ ആദ്യം വരുന്ന പ്രോഡക്റ്റ് എനിക്ക് ആദ്യം വാങ്ങണം എന്ന് വിചാരിക്കുന്ന ആ ഒരു ചിന്തയെ ഇവര് എന്താ പറയേണ്ടത് പൈസയാക്കി മാറ്റുകയാണ്. അതാണ് സ്കിമ്മിംഗ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോ സ്കിമ്മിംഗ് പ്രൈസിംഗ് എന്താണ് ഇവിടെ ഇംപ്ലൈ ചെയ്യുന്നത്? അതൊരു എക്സ്പെരിമെന്റൽ പ്രൈസിംഗ് ആണോ? അല്ല. ലോ പ്രൈസിംഗ് ആണോ? അല്ല. ഹൈ പ്രൈസിംഗ് ആണ്. വില കൂട്ടി വിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം വാങ്ങുന്നവര് വലിയ വില തന്നെ വാങ്ങട്ടെ. അപ്പൊ പലപ്പോഴും നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ, കുറച്ചു നാൾ കഴിയട്ടെ ഇതിന്റെ വില കുറയും. ഇനി നമ്മൾ ഇതൊന്ന് ഓർക്കുക, ആ റിലയൻസിന്റെ ഫോൺസ് ആദ്യം ലോഞ്ച് ചെയ്ത ആ ഒരു സമയത്ത് നമുക്ക് 500 രൂപയ്ക്ക് ഒരു ഫോൺ, ഒരു ഹാൻഡ്സെറ്റ് വാങ്ങാൻ കിട്ടുമായിരുന്നു. ആ ഫോൺ മാർക്കറ്റിൽ വരുന്നതിന് മുന്നേ ഞാൻ പറയുന്നത് ഈ സ്കിമ്മിംഗ് പ്രൈസിംഗിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ആ ഒരു ഫോൺ, റിലയൻസിന്റെ ആ ഒരു ഫോൺ നിലവിൽ വരുന്നതിന് മുന്നേ എന്തായിരുന്നു നമ്മുടെ മാർക്കറ്റിലെ കണ്ടീഷൻ? ഫോൺസിന്റെ വിലകൾ ഭയങ്കര വലുതായിരുന്നു. ഓക്കെ, അതേപോലെ എന്താ പറയേണ്ടത്, നമ്മൾ അതിന്റെ എയർ ടൈം കൊടുക്കണമായിരുന്നു, ഇൻകമിങ്ങിന് പൈസ കൊടുക്കണമായിരുന്നു. ഒരു കോളിൽ എന്തെല്ലാം വരും? ഒരു കോളിൽ ഇൻകമിങ് വരും, ഒരു കോളിൽ ഔട്ട് ഗോയിങ് വരും. എന്നിട്ട് ആ ഒരു കോളിൽ എയർ ടൈം, ഇതിന്റെ ഈ മൊബൈൽ ഫോണിന്റെ തരംഗങ്ങൾ വായുവിലൂടെ പാസ്സായി വന്ന് നമ്മുടെ ഫോണിൽ കയറുന്നു, നമ്മുടെ ഫോണിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകുന്നു. അതിനെ എയർ ടൈം എന്ന് പറഞ്ഞിട്ട് അതിനൊരു വിലയുണ്ടായിരുന്നു. പീക്ക് അവറിൽ ഒരു മിനിറ്റിന് 14 രൂപ വരെ എയർ ടൈം ചാർജ് ചെയ്തിരുന്നു. അപ്പൊ നോക്ക്, തുടക്കത്തില് അവര് ആദ്യം വാങ്ങുന്നവര്, അന്ന് മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയത്ത് അതിനെ ഒരു പ്രസ്റ്റീജ് ആയിട്ടാണ് ആൾക്കാർ കണക്കാക്കിയിരുന്നത് അല്ലെ, ഒരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കുക എന്നുള്ളത്. അപ്പോ ആ ഒരു സമയത്ത് പരമാവധി പൈസ ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു നിലയിൽ അവർ വില കൂട്ടി. പിന്നെയാണ് എന്താ പറയേണ്ടത്, ഈ ഒരു റിലയൻസിന്റെ ഫോൺസ് വരുന്നത്. അത് 500 രൂപയ്ക്ക് ഫോണും ബാക്കിയെല്ലാം അതിന്റെ ഉപയോഗം കംപ്ലീറ്റ്ലി എത്രയോ നാൾ വരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാമായിരുന്നു എന്നുള്ളതാണ് ആ ഫോണിന്റെ പ്രത്യേകത. അപ്പൊ അവരൊരു ഓപ്പോസിറ്റ് കോൺസെപ്റ്റുമായിട്ട് അവിടെ വന്നു. അത് ആദ്യം ഈ ഒരു സ്കിമ്മിംഗ് നിലനിന്നത് കൊണ്ടാണ് അവർക്ക് മറ്റൊരു കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത്. അപ്പൊ തിരിച്ച് നമ്മൾ സ്കിമ്മിംഗ് പ്രിൻസിപ്പിൾസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ആ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വലിയ വിലയിൽ ലോഞ്ച് ചെയ്യുക, ആൻഡ് സമയം മുന്നോട്ട് പോകുന്നതനുസരിച്ച് കൂടുതൽ കസ്റ്റമേഴ്സിനെ പിന്നെ അട്രാക്ട് ചെയ്യണം അല്ലെ. കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഒന്ന് പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആ സെഗ്മെന്റ്സിനെ അഫോർഡബിൾ ആക്കിയിട്ട് കുറെ കൂടെ വില കുറച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഈ ഒരു സ്ട്രാറ്റജി പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു പ്രോഡക്റ്റ് ഒരു പക്ഷേ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കാം. മൊബൈൽ ഫോൺ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു.
അല്ലെ? അപ്പൊ ആ മൊബൈൽ ഫോൺ ആദ്യം ലോഞ്ച് ആയ ആ ഒരു സമയത്ത് ആൻഡ് ഏർലി അഡോപ്റ്റേഴ്സ് ഇതിനെ വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനെ വാല്യൂ കൊടുക്കുന്നുണ്ട്. ഏർലി അഡോപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം വാങ്ങുന്നവർ. ആൻഡ് തുടക്കത്തില് കോമ്പറ്റീഷനേ ഒരുപക്ഷെ ഉണ്ടാകില്ല, അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഇനി ആ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുടക്ക് മുതല് എത്രയും പെട്ടെന്ന് അവർക്ക് തിരിച്ചു പിടിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശം. അപ്പോ അതാണ് ആ ഒരു ഹൈ പ്രൈസിംഗ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ. എക്സ്പെരിമെന്റൽ പ്രൈസിംഗ് എന്ന് പറയുമ്പോഴോ ഇത് സ്കിമ്മിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ അല്ല. ഫേംസ് പലപ്പോഴും പ്രൈസുകൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതാണ് എക്സ്പെരിമെന്റൽ പ്രൈസിംഗ് എന്ന് പറയുന്നത്. എന്തായിരിക്കും ഇതിന് അനുയോജ്യമായ ഒരു വില എന്നുള്ളതാണ് എക്സ്പെരിമെന്റൽ പ്രൈസിംഗ്. പക്ഷെ സ്കിമ്മിങ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക്കലി ഹൈ ഇനിഷ്യൽ പ്രൈസ്, അത് ബൈ ഡിഫോൾട്ട് ബൈ ഡിസൈൻ സ്കിമ്മിങ് അങ്ങനെയാണ്. സ്കിമ്മിങ് പ്രൈസിംഗ് അങ്ങനെയാണ്. ഇനി ലോ പ്രൈസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ലോ ഇനിഷ്യൽ പ്രൈസിംഗ് എന്ന് പറയുന്നത് സ്കിമ്മിങ്ങിന്റെ ഓപ്പോസിറ്റ് സ്ട്രാറ്റജിയാണ്. അതിനെ പറയുന്നത് പെനട്രേഷൻ പ്രൈസിംഗ് എന്നുള്ളതാണ്. ഒരു മാർക്കറ്റ് ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്, ആ മാർക്കറ്റിലേക്ക് പെനട്രേറ്റ് ചെയ്ത് തള്ളി കയറുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് വ്യക്തമാകുന്നുണ്ട് അല്ലേ? അപ്പോ ആ ഒരു മാർക്കറ്റ് ഷെയർ പെട്ടെന്ന് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പെനട്രേഷൻ പ്രൈസിംഗ് അവിടെ കമ്പനികൾ കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഡിഫറെന്റ് ഓപ്ഷൻസും നമുക്കിവിടെ മനസ്സിലായിട്ടുണ്ടല്ലോ. അവിടെ അപ്പോ ഇതാണ് നമ്മുടെ അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അത്യാവശ്യം നല്ലതുപോലെ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. സോ നമുക്ക് ഇനി അടുത്ത ലെസണിൽ നമുക്ക് മാർക്കറ്റിങ്ങിന്റെ ആ ഒരു മീനിങ്ങും ഡെഫിനിഷനും, അതാണ് നമ്മുടെ ആദ്യത്തെ കോൺസെപ്റ്റ്, അത് നമുക്ക് ഡിസ്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇതേപോലെ എല്ലാ കോൺസെപ്റ്റ്സും ഇൻഡിവിജ്വലി എടുത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഏത് കോൺസെപ്റ്റ് ഏത് രീതിയിലൊരു ചോദ്യമായിട്ട് നമ്മുടെ മുന്നിൽ വന്നാലും അതിന് ഉത്തരം കൊടുക്കാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് നമ്മൾ ലെസൺസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫുൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അതേപോലെ എന്താ പറയേണ്ടത്, നമ്മളൊരു സ്റ്റഡി ഗ്രൂപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റഡി ഗ്രൂപ്പിനകത്ത് നമുക്ക് എക്സാമിനെ കുറിച്ച് പൊതുവെയുള്ള വിവരങ്ങളും കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങളും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും ഒക്കെ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ നിന്ന് നിങ്ങൾക്ക് കോഴ്സിന്റെ ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. So thank you very much for watching this lesson and wish you a good day ahead. Thank you.